ആദ്യത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയാണെങ്കിൽ നിതീഷിൻ്റെ അടുത്ത് പറയുകയാണ്, എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥലത്ത് പോകണം കേട്ടോ, എന്നിട്ട് അന്നത്തെ പോലെ നല്ല എൻജോയ് ചെയ്യണം. പക്ഷേ അച്ഛനെ കൊണ്ടുപോയാൽ ഇനി കുടിക്കാൻ അനുവദിക്കല്ലേ, അത് മാത്രം ചെയ്താൽ മതി, അത് പാവമല്ലേ, ഞങ്ങളുടെ വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുക, എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടല്ലേ എൻ്റെ അടുത്ത്, ഞങ്ങൾക്ക് എല്ലാവരുടെ അടുത്തും കൂടെ വരാൻ ഇപ്പം ഭയങ്കര താല്പര്യമാണല്ലോ, അത് എന്തിൻ്റെ മാറ്റം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് താൻ എന്തിനാ അറിയുന്നേ, ഞങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് പറയുക എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വരാൻ വേണ്ടി എന്നൊക്കെ നിധി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നികേഷ് പറയുക, അതിന് ആരെയും കൊണ്ടുപോകുന്നില്ല, ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. അതെങ്ങനെയാ, അച്ഛന് ഞങ്ങളെല്ലാവരും വരാതെ നിങ്ങളെവിടെയും പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിധിയുടെ അടുത്ത്. അങ്ങനെ നിധി പറയുന്നുണ്ട്, ഓരോ കാര്യത്തിനും നമ്മളിപ്പം പോകുന്നെങ്കിലും ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം അറിയാമല്ലോ, വക്കീൽ ഓഫീസിൽ, അങ്ങോട്ട് പോയിട്ട് ഡൈവേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം, അത് ഇന്ന് പോകാൻ കേട്ടോ, പോയിട്ടേ നമുക്ക് പോവുള്ളൂ പുറത്തെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പോവുകയും അപ്പോഴത്തേക്കും വക്കീൽ ചോദിച്ചപ്പോഴത്തേക്കും പറയുക, എനിക്ക് താല്പര്യമില്ല, അവക്കാ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ഒരു കൗൺസിലിങ്ങിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി വക്കീൽ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുക സുധീഷ്. എന്നിട്ട് സുധീഷ് എന്തായാലും എന്ത് ചെയ്യണമെന്നറിയാതെ പോലീസുകാരനാണ് കല്യാണം നടത്തിയ പോലീസുകാരനൊക്കെ കാണുന്നുണ്ട്. കണ്ടിട്ട് പറയുക, എങ്ങനെയെങ്കിലും ഇങ്ങനെ ഡൈവേഴ്സിൻ്റെ വക്കിലിങ്ങനെ എത്തിയിരിക്കുക, എന്തായാലും ഇതൊന്ന് മാറ്റിത്തരണം എന്നൊക്കെ പോയി അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധീഷിൻ്റെ അടുത്ത് വീണ്ടും പറയുക പോലീസുകാരൻ, എന്താ അത് നിങ്ങൾ അറിഞ്ഞിട്ടുള്ള യഥാർത്ഥത്തിൽ സ്നേഹിച്ച് കല്യാണം അല്ല, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ കല്യാണം ആയിരുന്നു, പക്ഷേ എന്തെന്നറിയത്തില്ല, അവൾക്ക് ഡൈവേഴ്സ് വേണമെന്ന് ഇപ്പം പറയും, ഇപ്പോഴത്തെ പിള്ളേരല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വലിയ വലിയ കുട്ടിയല്ലേ, അവർക്കാണെങ്കിൽ പലപ്പോഴും പല തീരുമാനമായിരിക്കുമല്ലോ, എന്നാലും ഞാനതിലൊന്നും ഇടപെടാം, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിധിയാണെങ്കിൽ വീണ്ടും വക്കീൽ ഓഫീസിൽ പോയപ്പോഴത്തേക്കും അവർ പറയുകയാണ്, എന്തായാലും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ, ഇതൊന്നും ഡൈവേഴ്സിന് പോകാൻ പറ്റത്തില്ല, കാര്യം എന്തെന്ന് വെച്ചാൽ അവർ തമ്മിൽ അങ്ങനത്തെ ഒരു കേസായിരുന്നു നമ്മളന്ന് വന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച കാര്യം നിധി അറിയുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ സുധീഷിൻ്റെ ചോദിക്കുക, എന്തായാലും ആ പോലീസുകാരനെ കണ്ടായിരുന്നോ, എന്തിനാ പോയി കണ്ടത്, അവരുടെ അടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചല്ലേ, അതൊക്കെ ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്, എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമായിരുന്നില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരു കാര്യം ഇടപെട്ടാൽ അത് നടത്തണമെന്ന് എൻ്റെ തീരുമാനം, ഞാൻ ഡൈവേഴ്സ് തീരുമാനിച്ചതാണ്, അത് ഞാൻ നടത്തിയിരിക്കും, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നെ ഇങ്ങനെയൊന്നും കാണാൻ കഴിയില്ല, എന്നെ ഒരു സഹായിച്ച ഒരാളെന്ന നിലയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ നിധി പറയുമ്പോഴത്തേക്ക് സുധീഷിന് സങ്കടം കൊണ്ട് ഇരിക്കാൻ വയ്യായിരുന്നു. എന്നിട്ടും പറയുന്നുണ്ട് സുധീഷ്, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുക, ആ ഇഷ്ടം വേറെ രീതിയിലൊന്നും എടുക്കണ്ട, എനിക്കത് താല്പര്യമില്ലെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞാണല്ലോ, എൻ്റെ വീട്ടിലെ കാര്യം അറിയാമല്ലോ, പക്ഷെ അവർ മുമ്പിൽ എനിക്ക് നല്ലതുപോലെ ജീവിച്ച് കാണിക്കണം എന്നൊരു വാശിയെ എനിക്കിപ്പോൾ ഉള്ളൂ, വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല എന്ന് നിധി പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് പറയുക, എന്തിനാ എപ്പോഴും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്ക് കൂടുന്നത്, ഇടയ്ക്ക് നല്ലതായിട്ട് ഇരിക്കുന്നതെന്ന് കാണാം, പക്ഷേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, എല്ലാം അറിഞ്ഞല്ലോ, ഇനിയാണെങ്കിൽ സന്തോഷത്തോടെ ഡൈവേഴ്സ് എന്നൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി ഈ വീട്ടിലെ മരുമകളായി തന്നെ തുടർന്നുകൂടെ നിധി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധി പറയുക, ഞാൻ ഒരിക്കൽ പറഞ്ഞത് മാത്രമേ എനിക്കിപ്പം പറയാനുള്ളൂ, എനിക്കിപ്പം കല്യാണത്തെക്കുറിച്ച് അത് ചുമ്മാ ഒരു ടൈം പാസ്സായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ, ഒരു കല്യാണമായിട്ട് ഞാൻ കരുതിയില്ല, പക്ഷേ ഈ ഒരു നിയമക്കുരുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറണം എന്നൊരു ചിന്ത മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ എന്നൊക്കെ നിധി പറയുന്നുണ്ട്. ആ സമയത്ത് ഭയങ്കര ഹരീഷാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലിരിക്കുക, എന്തായാലും നീതുമായിട്ടുള്ള പിണങ്ങി നിൽക്കുക അവസരമില്ലേ, നീതു വേണമെങ്കിൽ അവിടെ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും പിന്നെ വരാതിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു മൂഡ് ഓഫ് തോന്നുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് പറയുക, എപ്പോഴും വരണകൊണ്ടായിരിക്കും നിനക്ക് അന്നൊരു സങ്കടം തോന്നത്തെ, പക്ഷേ ഇപ്പം വരാതിരുന്നപ്പോഴത്തേക്കും ഭയങ്കര സങ്കടം തോന്നുന്നുണ്ടല്ലേ, അതിനർത്ഥം എന്ന് വെച്ചാൽ ഇഷ്ടമോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇതിനൊക്കെ ഇഷ്ടമൊന്നും പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹരീഷ്. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്, പക്ഷേ വരാതിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ പോലെ തോന്നുന്നതേ ഉള്ളൂ, അത് വേറൊന്നുമല്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ ആണെങ്കിൽ ഹരീഷിനെ എല്ലാവരും കൂടി കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ ആ സമയത്ത് അതൊഴി വരികയായിരുന്നു. വന്നിട്ട് പറയുക, ഞാനിപ്പോൾ വീട്ടിലോട്ട് പോവാം, കൊണ്ടുവിടണമെന്നൊക്കെ ഹരീഷ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിധി നടന്നു വന്ന നിധിയെ കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഹരീഷ്. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയച്ഛനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന കവലയിലുള്ള ആൾക്കാരുടെ അടുത്ത് പറയുക, കണ്ടോ ഒരു മാറ്റം, ഒരു പെണ്ണ് വന്നപ്പോഴത്തേക്ക് ആവില്ലേ എല്ലാവരും മാറിയല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്.